അധ്യായം 79 സൂറത്തുൻ നാസിയാത്ത്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 46. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. മുഴുകിപ്രവേശിച്ച് നിർദ്ധയം ഊരിയെടുക്കുന്നവയും വേഗത്തിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവയും ശക്തിയായി ഒഴുകി വരുന്നവയും എന്നിട്ട് മുന്നോട്ടു പോവുകയും കൽപ്പന തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവയും തന്നെയാണ് സത്യം. യൗമ തർജുഫുർ റാജിഫ. കിടിലം കൊള്ളിക്കുന്ന ദിവസം അത് സംഭവിക്കും. തത്ബഉഹാ റാദിഫ. അതിനെ തുടരുന്നത് പിന്തുടർന്നു വരുന്നതാണ്. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ. അന്ന് ചില ഹൃദയങ്ങൾ ഭയന്നു വിറക്കുന്നതും അവയുടെ കണ്ണുകൾ വിനയാന്വിതങ്ങളുമായിരിക്കും. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. അവർ ചോദിക്കുന്നു, നാം കബറുകളിൽ ആയിരിക്കെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവർ തന്നെയാകുമോ? അഇദാ കുന്നാ ഇദാമൻ നഖിറ. നാം ദ്രവിച്ച എല്ലുകൾ ആയിത്തീർന്നാലും മടക്കപ്പെടുമോ? ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ. അവർ പറയുന്നു, അങ്ങനെയെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരൽ തന്നെയായിരിക്കും അത്. ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ. എന്നാൽ അത് ഒരേ ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാ ഹും ബിസ്സാഹിറ. അപ്പോൾ അവരതാ ഭൂമിക്ക് മുകളിലായിരിക്കുന്നു. ഹൽ അതാക ഹദീഥു മൂസ. നബിയെ, മൂസ നബിയുടെ വർത്തമാനം താങ്കൾക്ക് വന്നിട്ടുണ്ടോ? ഇദ് നാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ. തുവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് തന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ. താങ്കൾ ഫിർഔന്റെ അടുത്തേക്ക് പോവുക, തീർച്ചയായും അവൻ ധിക്കാരത്തിൽ അതിരുകടന്നിരിക്കുന്നു. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, പരിശുദ്ധി പ്രാപിക്കുന്നതിനും നിന്റെ രക്ഷിതാവിലേക്ക് ഞാൻ നിന്നെ വഴികാണിക്കുകയും അങ്ങനെ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിനും നീ ഒരുക്കമുണ്ടോ? ഫഅറാഹുൽ ആയതൽ കുബ്റാ. അങ്ങനെ അദ്ദേഹം അവന് ആ വലിയ ദൃഷ്ടാന്തം കാണിച്ചുകൊടുത്തു. ഫകദ്ദബ വഅസാ. അപ്പോൾ അവൻ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്തു. ثم أدبر يسعى. പിന്നീട് അവൻ അദ്ദേഹത്തിനെതിരെ പരിശ്രമിക്കുന്നവനായും കൊണ്ട് പിന്തിരിഞ്ഞുപോയി. فحشر فنادى. അങ്ങനെ അവൻ തന്റെ ജനതയെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് വിളിച്ചു. فقال أنا ربكم الأعلى. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ്. فأخذه الله نكال الآخرة والأولى. തന്നിമിത്തം പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ശിക്ഷാ നടപടിക്കായി അല്ലാഹു അവനെ പിടിച്ചു. إن في ذلك لعبرة لمن يخشى. തീർച്ചയായും ഭയപ്പെടുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها. സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ നിങ്ങളാണോ അല്ല ആകാശമോ? അതിനെ അവൻ നിർമ്മിക്കുകയും അതിന്റെ കട്ടിയെ ഉയർത്തുകയും അങ്ങനെ അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. وأغطش ليلها وأخرج ضحاها. അതിന്റെ രാവിനെ അവൻ ഇരുട്ടാക്കുകയും പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തു. والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها
وَالْجِبَالَ أَرْسَاهَا അതിനുശേഷം ഭൂമിയെ പരത്തുകയും അതിലെ വെള്ളവും തീറ്റസാധനങ്ങളും അതിൽ നിന്നവൻ ഉൽപ്പാദിപ്പിക്കുകയും പർവ്വതങ്ങളെ ഉറപ്പിക്കുകയും ചെയ്തു. مَتَاعًا لَكُمْ وَلِأَنْعَامِكُمْ നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കുന്നതിനു വേണ്ടി. فَإِذَا جَاءَتِ الطَّامَّةُ الْكُبْرَى എന്നാൽ ഏറ്റവും വലിയ ആ വിപത്ത് വന്നാൽ يَوْمَ يَتَذَكَّرُ الْإِنسَانُ مَا سَعَى وَبُرِّزَتِ الْجَحِيمُ لِمَنْ يَرَى അതായത് താൻ പ്രവർത്തിച്ചതിനെക്കുറിച്ച് മനുഷ്യൻ ഓർമ്മിക്കുകയും നോക്കിക്കാണുന്നവർക്ക് കാണാൻ വേണ്ടി നരകം പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. فَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى അപ്പോൾ ധിക്കാരത്തിൽ അതിരുവിടുകയും ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തവൻ ആരോ തീർച്ചയായും നരകം തന്നെയാണ് അവന്റെ സങ്കേതം. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى തന്റെ റബ്ബിന്റെ സ്ഥാനം ഭയപ്പെടുകയും ദേഹേച്ഛയിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്തവൻ ആരോ فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى തീർച്ചയായും സ്വർഗം തന്നെയാണ് അവന്റെ സങ്കേതം. يَسْأَلُونَكَ عَنِ السَّاعَةِ أَيَّانَ مُرْسَاهَا നബിയെ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അതെപ്പോഴാണ് ഉണ്ടാവുകയെന്ന് താങ്കളോടവർ ചോദിക്കുന്നു. فِيمَ أَنْتَ مِنْ ذِكْرَاهَا അത് പറഞ്ഞുകൊടുക്കുന്നതിനെപ്പറ്റി എന്ത് നിലയിലാണ് താങ്കളുള്ളത്? താങ്കൾക്കത് അറിഞ്ഞുകൂടല്ലോ. إِلَى رَبِّكَ مُنْتَهَاهَا അതിന്റെ അവസാനം താങ്കളുടെ റബ്ബിലേക്കാകുന്നു. അവന് മാത്രമേ അതറിയൂ. إِنَّمَا أَنْتَ مُنْذِرُ مَنْ يَخْشَاهَا തീർച്ചയായും അതിനെ ഭയപ്പെടുന്നവനെ താക്കീത് ചെയ്യുന്ന ആൾ മാത്രമാണ് താങ്കൾ. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ ഒരു പൂർവാഹ്ന സമയമോ അല്ലാതെ അവർ ഇഹലോകത്ത് താമസിച്ചിട്ടില്ലെന്ന് അവർക്ക് തോന്നും. അത്രയും ഭയങ്കരമായിരിക്കും അത്.